നിങ്ങളുടെ ഫാന് ഇതുപോലെ എല്ലാ സ്പീഡിലും മൂളുന്ന ഒരവസ്ഥ, ഒരു ഹമ്മിങ് സൗണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാ സ്പീഡിലും ഒന്നിലും രണ്ടിലും മൂന്നിലും ഹമ്മിങ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബുഷും ഷാഫ്റ്റും മാറ്റിയിട്ടാൽ ഈ ഫാന് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. മാറ്റിയിടുമ്പം ബുഷും ഷാഫ്റ്റൂടെ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. അതിന് ഈ ഫ്രണ്ടത്തെ ഭാഗം അയച്ചെടുക്കുക, അതുപോലെ ബാക്ക് വാഷും അയച്ചെടുത്തിട്ട് മുകളിൽ മാർക്ക് ചെയ്തിട്ട് വേണം അയച്ചെടുക്കാൻ. ഇതുപോലെ മാർക്ക് ചെയ്ത് അയച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ആ വെയിൻറ്റിങ്ങിനൊന്നും ഒരു കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ഷാഫ്റ്റ് മാറ്റിയെടുക്കുക. ഷാഫ്റ്റ് മാറ്റുമ്പം നിർബന്ധമായിട്ടും ഒരേ അളവിൽ വേണം ഷാഫ്റ്റ് മാറ്റാൻ. ഒരു ഈർക്കിൾ എന്തെങ്കിലും വെച്ചിട്ട് കൃത്യമായ ഒരു അളവ് ആദ്യം എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ അടിച്ചിട്ട് ഷാഫ്റ്റ് അയച്ചെടുക്കുക. അയച്ചെടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് അയച്ചെടുത്തോ, പക്ഷേ തിരിച്ചിട്ട് കൊടുക്കുമ്പം റബ്ബർ പോലത്തെ, അതായത് ഷാഫ്റ്റിന് കംപ്ലൈൻറ്റുകൾ വരാത്ത എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് വേണം അത് അതിനകത്തേക്ക് കയറ്റി വെക്കാൻ. ഷാഫ്റ്റ് ഊരുന്ന ടൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളെ ഷെഡിലാണുള്ളത്. ഷെഡ് ഇപ്പം ആകെ ബ്ലോക്കായി കിടക്കുന്നതിനോടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ അയച്ചെടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഷാഫ്റ്റ് അയച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ, പുതിയത് ഇട്ട് കൊടുക്കുമ്പം ഇതുപോലെ റബ്ബറിൻ്റെ എന്തെങ്കിലും ഹാമർ പോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് കൃത്യമായ അളവിൽ നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഞാനിത് അളവ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ബുഷ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ബുഷ് നമ്മളെ കയ്യിലുണ്ട്, അത് മാറ്റിയിട്ട് കൊടുക്കണം. അതുപോലെ ഷാഫ്റ്റിൽ വരുന്ന ആ വാഷർ പോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഈ 4 ലോക്കുകൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കവറിങ് ഇട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് ബുഷ് അതിനകത്ത് വെച്ചിട്ട് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ സ്പോഞ്ചിൻ്റെ പീസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അതും അതിൻ്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഓയിൽ അതിൽ ആക്കി കൊടുക്കുക സ്പോഞ്ചിൽ. അത് ഹീറ്റ് ആകുമ്പോഴൊക്കെ ആ ഓയിൽ അതിലേക്ക് ബുഷിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ ഫാൻ കറങ്ങുന്നുണ്ട്. ഓഫ് ചെയ്തിട്ടും കുറച്ച് സമയം നല്ല രീതിയിൽ ഫാൻ മൂവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഫാൻ റിപ്പയർ ചെയ്യുന്നതും ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പല സാധനങ്ങൾ നമ്മൾ റിപ്പയർ ചെയ്യുന്ന വീഡിയോസും, ടോയ് കാർ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന പല വീഡിയോസും നമ്മളെ ചാനലിലുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻക്യുബേറ്റർ, ടോയ് കാർ, അതുപോലെ ഫാന് എന്നുള്ളത് ഫാനിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മളെ ചാനലുണ്ട്. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫാൻ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആയി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അതിൽ കാണാൻ പറ്റുക. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം.